അത്രയും കാലം ഈ തൊഴില് നല്ല രീതിയിൽ പോകും. ഉദാഹരണം ഡോക്ടർ. പിന്നെ ഡോക്ടർ അതിനോട് അനുബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഡോക്ടർക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. നേഴ്സുണ്ട്. പിന്നെ നിരവധി പാരാമെഡിക്കൽ തൊഴിലുകളുണ്ട്. നിരവധി പാരാമെഡിക്കൽ തൊഴിലുകൾ. ആ തൊഴിലുകൾക്കെല്ലാം ഒരു കാലത്തും കസ്റ്റമേഴ്സിനെ കിട്ടാതെ വരില്ല. ഇപ്പൊ വൈദ്യ രംഗത്തെ ഏത് രംഗത്ത് പോയാലും നിങ്ങൾക്ക് തൊഴിൽ ഉറപ്പാണ്. ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ വെളിയിൽ ലോകത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വൈദ്യശാസ്ത്രം അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളെ സഹായിക്കും. അതുപോലെ എഞ്ചിനീയറിംഗ് തൊഴിലുകൾ ഇവിടെ 100 കണക്കിന് തൊഴിലുകളുണ്ട്. ഉദാഹരണത്തിന് ആർക്കിടെക്ട്. ഒരു ആർക്കിടെക്ട് ആവുകയാണെങ്കിൽ ലോകത്തിൽ എവിടെ പോയാലും ഭാഷ അറിയാൻ പാടാത്ത നാട്ടിൽ പോയാൽ പോലും അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഒന്ന് എവർ ഷൈനിങ് പ്രൊഫഷൻ. മൂന്നാമതൊരു പ്രൊഫഷൻ കൂടെ ഉണ്ട്. അതാണ് സൺറൈസ്. ഉദയസൂര്യനെ പോലുള്ള തൊഴിലുകൾ. ഏതാണ് ഉദാഹരണങ്ങള്? 3 T ആണ്. 3 T. ഏതാണ് ടി? IT, BT, NT. എന്താണ് IT? IT ഇൻഫർമേഷൻ ടെക്നോളജി. BT എന്താണ്? ബയോടെക്നോളജി. NT എന്താണ്? നാനോ ടെക്നോളജി. ഇപ്പൊ നിങ്ങള് തൊഴിലുകളില് ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. തീരുമാനിച്ചോ? ഏത് തൊഴിൽ പോകണം തീരുമാനിക്കാത്ത പേരുണ്ട്? പിന്നെ അന്വേഷിച്ചിരിക്കുന്ന ആരും തീരുമാനിച്ചിട്ടില്ല. തൊഴിൽ പോകണം തീരുമാനിച്ചിട്ടില്ല. ഡോക്ടറാണ്. എന്തുകൊണ്ട് ഡോക്ടറാണ്? എന്തിനാണ് ഡോക്ടറാണ്? അപ്പൊ മോളെ താല്പര്യം എടുത്തോണ്ട് ഞാൻ ഒരു ചോദ്യം ചെയ്യട്ടെ. എന്താണ് ഡോക്ടർ എന്നുള്ള പദത്തിന്റെ അർത്ഥം? എന്താണ് മോളെ ഡോക്ടർ എന്ന പദത്തിന്റെ അർത്ഥം? ഡോക്ടർ എന്നുള്ള പദത്തിന്റെ അർത്ഥം ആർക്കറിയാം? ഡോക്ടർ എന്ന് പറയുന്ന പദം ഞാൻ മോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞാണ്. ഡോക്ടർ എന്നുള്ള പദത്തിന് അർത്ഥം അതൊരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഡോക്ടർ DOCTER എന്ന് എഴുതുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായ ഒരു പദമാണ് ഡോക്ടർ. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബോധവൽക്കരണം ചെയ്യുന്നയാളെന്നേ ഉള്ളൂ. ബോധവൽക്കരണം ചെയ്യുന്ന ഒന്നുകിൽ നമുക്ക് മലയാളത്തിലെ ടീച്ചർ അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഒരാളെ മാത്രമാണ് ഡോക്ടർ. ഡോക്ടർ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കും രോഗം കണ്ടുപിടിക്കുക, ലാബോറട്ടറിയിലേക്ക് കുറിപ്പ് തരിക, ഔഷധം കുറിച്ച് തരിക, ഓപ്പറേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ആളാണ്. വാസ്തവത്തിൽ അതല്ല. ഡോക്ടർ എന്ന് പറഞ്ഞാല് നമുക്ക് ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ട അറിവ് നൽകുന്ന വ്യക്തി. അതാണ് ഡോക്ടർ. നമ്മുടെ ഡോക്ടറേറ്റ് എടുക്കാന്ന് കേട്ടിട്ടില്ല? ഡോക്ടറേറ്റ്, PhD. അതിന്റെയൊക്കെ അവിടെയൊക്കെ അർത്ഥം ഇതാണ്. ഗുരു, ബോധവൽക്കരണം, അല്ലെ അറിവ് പകർന്നു തരുന്ന ആൾ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടറേറ്റ് പോകണം. ഞാനിത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പൊ പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട സംഗതി, നമ്മുടെ ആളുകളെ ബോധവൽക്കരിക്കാൻ നമ്മളെ ഒരുപാട് സമയം ചെലവഴിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് രോഗങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിനായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ചികിത്സയ്ക്കല്ല പ്രാധാന്യം. രോഗങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ആളുകൾക്ക് ആരോഗ്യ സമ്പന്നരാക്കാൻ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല പ്രൊഫഷനാണ് മെഡിക്കൽ പ്രൊഫഷൻ. ഇപ്പൊ ഈ പ്രായത്തിലുണ്ടാകുന്ന മറ്റൊരു വലിയ ബുദ്ധിമുട്ടുകളുടെ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയാണ്. നമുക്കുണ്ടാകുന്ന വികാരപരമായ പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, കരയുക, കോപം വരിക, അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റിയുടെ കാലഘട്ടമാണ് അഡോളസൻസ്. പിന്നെ നമുക്ക് സ്വയം നിയന്ത്രണമില്ലാതെ പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മാനസികവും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന ഒരു പീരിയഡാണ് ഇത് അഡോളസൻസ്. ഞാൻ ആൺകുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞു. ശബ്ദത്തിൽ വ്യത്യാസം, വൈഡനിങ് ഓഫ് ചെസ്റ്റ്, ഹെയർ വരുന്ന കാര്യം പറഞ്ഞു. പിന്നെ നോക്ട്രോണൽ എമിഷനെ കുറിച്ച് പറഞ്ഞു. ഇതാണ് ജനനേന്ദ്രിയത്തിന്റെ ഭാഗം. ഇത് നമ്മുടെ ലൈംഗിക ബന്ധത്തിനും യൂറിൻ പാസ് ചെയ്യാനും ഉപയോഗിക്കുന്ന പീനിസ് എന്ന് പറയുന്ന അവയവം. അതിന്റെ 2 വശത്തായിട്ട് പ്രോട്ടോ എന്ന് പറയുന്ന സഞ്ചിക്കകത്ത് ഇടതുവശത്തും വലതുവശത്തുമായിട്ട് ഓരോ ടെസ്റ്റിസ്, TESTAS ടെസ്റ്റിസ്. ഈ ടെസ്റ്റിസിലെ 2 സംഗതികളുണ്ടാവും. ഒന്ന് ഹോർമോണുകളുണ്ടാവും. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണുകളുണ്ടാവും. ഈ ഹോർമോണുകൾ രക്തത്തിലേക്ക് നേരിട്ട് ലയിക്കും.
രണ്ടാമത്തെ ഇതിലുണ്ടാവുന്നത് സ്പേംസ് പറയുന്ന ബീജങ്ങളാണ്, പുരുഷ ബീജം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്ര ക്രോമസോമുണ്ട്? എത്ര ക്രോമസോമുണ്ട്? അതിലെ പകുതി ക്രോമസോംസ് നമുക്ക് അച്ഛനിൽ നിന്നാണ് കിട്ടുന്നത്. അച്ഛനിൽ നിന്ന് കിട്ടുന്ന ക്രോമസോംസ് സ്പേംസ് വഴിയാണ്. ഇപ്പൊ നിങ്ങളുടെ അച്ഛന്റെ കാരിക്കേഴ്സിന്റെ ക്രോമസോമിന്റെ പകുതി, നിങ്ങളിലെ പകുതി ഈ ടെസ്റ്റിസിൽ നിന്നുണ്ടാകുന്ന ബീജങ്ങളിൽ. ഇപ്പൊ ഈ ബീജങ്ങൾ ടെസ്റ്റിസിൽ ഉണ്ടായാല് ബീജങ്ങളും ഇത് മേളിലേക്ക് രണ്ടു വശത്തേക്ക് കുഴികളുണ്ട്. ഇതിനെ വാസ് ഡെഫറൻസ് അല്ലെങ്കിൽ സ്പേം ഡക്ട് എന്ന് പറയും. ബീജം പോകുന്ന കുഴലുകളാണ്. ഈ കുഴലുകൾ വന്നിട്ട് താഴെ ഒരിടത്ത് ശേഖരിക്കപ്പെടും. ഇതിനെ നമ്മൾ സെമിനൽ വെസിക്കിൾ എന്ന് പറയും. സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിള് രണ്ട് വശത്തുണ്ട്. ആ സെമിനൽ വെസിക്കിളില് സാധാരണഗതിയില് സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഇതിൽ കുറെ വ്യത്യാസമുണ്ട്. പുരുഷന്മാരില് 24 മണിക്കൂറും ബീജങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. സ്ത്രീകളിൽ അങ്ങനെയല്ല, വ്യത്യാസം. ഇപ്പൊ പുരുഷന്മാരിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ ബീജങ്ങൾ ഈ കുഴലുകളിലെ സെക്രീഷനുമായിട്ട് വന്ന് ഈ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന സഞ്ചികളിൽ ശേഖരിക്കപ്പെടും. അപ്പൊ ഈ സഞ്ചികൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ വികസിക്കാൻ സാധിക്കാതെ, അപ്പൊ അങ്ങനെ ആ സഞ്ചികളെ പൂർണ്ണമായിട്ട് വികസിച്ചു കഴിഞ്ഞാല് നമ്മളെ ഉറക്കത്തില് സ്വപ്നം കണ്ടോ സ്വപ്നം കാണാതെയോ ആ സെമിനൽ വെസിക്കിൾസ് കൺട്രാക്ട് ചെയ്യും. അങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശേഖരിക്കപ്പെട്ട സെമൻ എന്ന് പറയുന്നത് സ്പേംസ് പ്ലസ് ഈ ട്യൂബിലുള്ള സെക്രീഷൻസ്, അതിന് പുറമെ ഇവിടെ ഉണ്ടാകുന്ന സെക്രീഷൻസ്, അതിന് പുറമെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്നുള്ള സെക്രീഷൻസ്. ഇതിൽ പ്രധാനമായിട്ടും ബീജങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ബീജങ്ങൾക്ക് ചലിക്കാനുള്ള ഒരു ഫ്ലൂയിഡ് മീഡിയം, ആ ഫ്ലൂയിഡ് മീഡിയം പലയിടത്തു നിന്നാണ് സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ഇതിനെല്ലാത്തിനും കൂടെയാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിൽ ശുക്ലം എന്ന് പറയും. ശുക്ലം പറയാൻ കാരണം അത് വെളുത്തിരിക്കും. ശുക്ല നിറം പറഞ്ഞാൽ വെളുത്ത നിറം എന്നുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരു വെളുത്ത സെക്രീഷൻസ് അത് നമ്മുടെ ഉറക്കത്തില് പലപ്പോഴും സ്വപ്നം കണ്ട്, അതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ വെറ്റ് ഡ്രീംസ് എന്നാണ് പറയുന്നത്. വെറ്റ് ഡ്രീംസ് അങ്ങനെ വന്നിട്ട് ആ സെമനെ വെളിയിലേക്ക് വരും. അത് നമ്മുടെ ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു ശരീര ധർമ്മം മാത്രമാണ്. പണ്ട് കാലത്ത് കുട്ടികൾക്ക് ഇത് അറിഞ്ഞുകൂടാറുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തില് ഇത്തരം കാര്യങ്ങളില് നമുക്ക് ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് അറിഞ്ഞുകൂടായിരുന്നു.